ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സാറിൻ്റെ പേര്? എൻ്റെ പേര് അമിത് എന്നാണ്. അമിത്. അതെ. എവിടെ സ്ഥലം? ഞാൻ മലപ്പുറമാണ്, ഫ്ലോറിക്കൻ റോഡ് എന്ന് പറയും, കോഴിക്കോട് തന്നെ. കോഴിക്കോട്. ആ ശരി. ഇവിടെ പിന്നെ ഈ മലപ്പുറം ജില്ലയിൽ പെരിന്തല്ലൂരാണ് ഇപ്പോൾ. പെരിന്തല്ലൂർ സ്കൂളിൽ വെച്ചിട്ടൊരു യൂത്ത് കെയറിൻ്റെ ഒരു ക്യാമ്പാണ്, മെഡിക്കൽ ക്യാമ്പാണ് നടക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാണ്. അപ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. 500-ൽ പരം ആൾക്കാർ ഇപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞു. രോഗികൾ ഡോക്ടറെ കണ്ടു പോകുന്നുണ്ട്. ഒരു 11 ഡോക്ടേഴ്സ് ഇരിക്കുന്നുണ്ട്. ഒരുപാട് പിന്നെ ട്രിനിറ്റി എന്ന് പറഞ്ഞൊരു കണ്ണ് ഹോസ്പിറ്റലത്തെ അവരിവിടെ നോക്കുന്നുണ്ട്. ഒരു പിന്നെ ലേബിൻ്റെ രക്തനിർണയ ക്യാമ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഇത് സംഘടിപ്പിച്ചത്? നിങ്ങൾ അതിൻ്റെ ഭാഗമാണോ? എങ്ങനെയാണിത്? അതെ, നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള PVS സൺറൈസ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൻ്റെ മാർക്കറ്റിങ്ങിലുള്ളതാണ് ഞങ്ങൾ. സൺറൈസ് ഹോസ്പിറ്റൽ, PVS സൺറൈസ് ഹോസ്പിറ്റൽ. അതെ, നമ്മൾ പണ്ട് PVS ആയിരുന്നു, ഇപ്പം PVS സൺറൈസ് ആയിട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൻ്റെ സൺറൈസ് ഹോസ്പിറ്റൽ ശരിക്കും കാക്കനാട് ഉള്ളതാണ്. ഇപ്പോൾ PVSും ഹോസ്പിറ്റലിൽ ഇപ്പോൾ രണ്ടുമായിട്ട് കൊളാബായിട്ട് PVS സൺറൈസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ അവിടുത്തെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പോൾ നമ്മളാണ് ഇങ്ങനെ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുള്ളത് പൊതുവെ. അത് ശരി. നിങ്ങളിപ്പോൾ പിന്നെ ഡോക്ടേഴ്സിനെയും പിന്നെ അതുപോലെ ഈ പിന്നെ മറ്റുള്ള എക്യുപ്മെന്റും സാധനങ്ങളൊക്കെ നിങ്ങൾ കൊണ്ടുവരാം? അതെ അതെ. നമ്മളല്ലാതെ ഈ ക്യാമ്പ് നടത്തുന്നവരല്ല. അല്ലല്ല, നമ്മൾ ഹോസ്പിറ്റലിന്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിന് ഡോക്ടേഴ്സിനെ അറേഞ്ച് ചെയ്ത് നമ്മൾ ഡോക്ടേഴ്സിന് ഇപ്പോൾ ക്യാമ്പ്, ഇപ്പം നമ്മുടെ യൂത്ത് കെയർ ആണ് നമ്മളോട് സംസാരിച്ചത്, ആവശ്യപ്പെട്ടത് ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ യൂത്ത് കെയറിനോട് അവരുടെ ആൾക്കാരുമായിട്ട് മീറ്റിംഗ് ചർച്ച ചെയ്ത് വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിലും ഒരു ചർച്ച മീറ്റിംഗ് ഒക്കെ നടത്തിയിട്ട് നമ്മളൊരു ഡേറ്റ് തീയതിയൊക്കെ നിശ്ചയിച്ചതിൻ്റെ ശേഷമാണ് ഇവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇവർക്ക് പിന്നെ ഈ കൊണ്ടുവരുന്ന ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ പിന്നെ സ്റ്റാഫിന് പിന്നെ അതുപോലെ എക്യുപ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ വാഹനങ്ങളിൽ വരുന്നത്, പ്രൈവറ്റായിട്ട് വരുന്നവരുണ്ട്, അവർ പിന്നെ ബസ്സിൽ വരുന്ന ആൾക്കാരുണ്ട്. ഇവരൊക്കെ കൊണ്ടുവരുന്നതിനൊക്കെ എക്സ്പെൻസ് ഇത് നമ്മളെ മാർക്കറ്റിംഗ്, അതൊക്കെ നമ്മൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് നോക്കും. നിങ്ങൾ അതെ, ഇത് നമ്മുടെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറ്. അപ്പം അതിന്റെ രീതിയിൽ ഇത് നിങ്ങളിപ്പം ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു ഇത് ഒരുക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നമുക്ക് ഒരു ഫെസിലിറ്റീസ് മാത്രം തന്നാൽ മതി. മീൻസ് അവിടെ ഒരു കമ്പ്യൂട്ടർ ആണെങ്കിലോ നമുക്കുള്ള ഒരു ക്ലാസ് റൂമാണ്. ഇപ്പോൾ ഇവിടെ ഇന്ന് സ്കൂളിലാണ് നടക്കുന്നത്. അപ്പോൾ സ്കൂളിൻ്റെ ഒരു ക്ലാസ് റൂം നമുക്ക് വിട്ടു തന്നിരിക്കുന്നു. അതേപോലുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നീഡ്സ് നമുക്ക് തന്നാൽ മതി. രോഗികൾക്ക് വരുന്നതാണ്, അവരെ ട്രീറ്റ് ചെയ്യാൻ പറ്റിയൊരു സൗകര്യം, മറ്റൊരു സൗകര്യം അത്രമാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട്, നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു. അതും ഈ പിന്നെ നിങ്ങൾ പറഞ്ഞ PVSന്റെ ഈ ഏതാ ഇത് പറഞ്ഞ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യും. സാറിന്റെ പേരൊന്ന്? എൻ്റെ പേര് അമിത് എന്നാണ്. അമിത്. സാറിന് പിന്നെ അതുപോലെ ഇനി എവിടെയെങ്കിലും ക്യാമ്പോ കാര്യങ്ങളോ നടത്തുന്നുണ്ടെങ്കിൽ സാറിന്റെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റില്ലേ? ഓക്കെ. ഇവിടെ ഇപ്പോൾ പിന്നെ നിങ്ങളതിൽ ഒരുപാട് 11 ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. മെയിൻ ഡോക്ടർമാരൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നരമ്പിന്റെ അതുപോലെ പല വിഭാഗം ഉണ്ട്. എനിക്ക് അതിന് വ്യക്തമായിട്ട് അറിയില്ല. അത്ര എല്ലാ വിഭാഗത്തിലെ ഡോക്ടേഴ്സും ഗൈനക്കോളജിസ്റ്റ് അടക്കം വന്നിട്ടുണ്ട്. ഇവരൊക്കെ നിങ്ങൾ സംഘടിപ്പിച്ചു കൊണ്ടുവരും? നമ്മളെ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡോക്ടേഴ്സ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ചൊരു ടൈം വേണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ ഒരു ഡോക്ടേഴ്സിനെ ഒരു ദിവസം ലീവ് ഉള്ള രീതിയിൽ കൊണ്ടുവരാണ്. ഇപ്പോൾ സൺഡേ ആണെങ്കിൽ സൺഡേ അവരെ വിളിച്ച് വരണമെങ്കിൽ നമുക്ക് ആ ഒന്ന് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്ത് അവരൊന്ന് കൺവിൻസ് ചെയ്യാനുള്ള ഒരു സൗകര്യം വേണം. ശരി. സാറിനെ ബന്ധപ്പെട്ടാൽ ഇങ്ങനെ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കില്ല? സേവനം മാത്രം, വേറെ ഒന്നുമില്ല. സേവനം മാത്രമാണ്. ഓക്കെ, താങ്ക് യു. ഏതായാലും നിങ്ങളുടെ ഈ സമയം, വിലയേറിയ സമയം നിങ്ങൾ കണ്ടുമുട്ടാനും ഇങ്ങനെ വിലയേറിയ സമയം നമുക്ക് എൻ്റെ ചാനലിൽ കൂടെ പൊതുജനങ്ങളെ അറിയിക്കാനും കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. താങ്ക് യു, നന്ദി. താങ്ക് യു.